തമിഴ്നാട്ടിൽ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാഴ്ച വരെ അത് റിവ്യൂ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അതിനിടയിൽ പറഞ്ഞ പോലെ ഞാൻ ഓർക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. പക്ഷെ അത് കോർട്ട് അത് ഡിനൈ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ന്യൂസിൽ കണ്ടത്. എന്തായാലും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റായിട്ട് ഷെയർ ചെയ്യാം. അങ്ങനെ ആദ്യമായിട്ടൊരു ഹെൽത്തി ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റിവ്യൂസിന് ഒരു മറുപടി എന്നോണം വരവെന്ന സിനിമയ്ക്ക് വന്ന റിവ്യൂസിനൊക്കെ പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ കണ്ടായിരുന്നു. അത് ശരിക്കും ഷാജി കൈലാസ് സാർ വോളണ്ടിയർലി ചെയ്തതല്ല, അദ്ദേഹത്തിന്റെ മകന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഇപ്പൊ നമ്മളൊരു വ്യൂവർ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഒരു സിനിമയിൽ അത്ര സുഖമായിട്ട് തോന്നൂലെങ്കിലും ആ സിനിമ കൺസീവ് ചെയ്ത ഒരാളിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ചിലപ്പോൾ അവർ ചെയ്തതെല്ലാം ശരിയായിരിക്കും. അപ്പൊ ഞാൻ ഇന്നലെ ആ വീഡിയോ കംപ്ലീറ്റ് ഇരുന്ന് കണ്ടു. റോഷൻ എന്ന് കണ്ടാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. ഷാജി കൈലാസ് സാറിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മേ ബി അദ്ദേഹത്തിന്റെ ഫാദറിനോടുള്ള ഒരു സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കും ഇത് സംഭവിച്ചത്. പക്ഷേ എങ്കിൽ ഒരാളൊരു സിനിമയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഓപ്പോസിറ്റ് ഒരു സൈഡിൽ നിന്നുകൊണ്ട് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരു ഡിബേറ്റ് പോലെ അവരതിനെ ആൻസർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ ഇൻട്രസ്റ്റിംഗ്. മാത്രമല്ല കുറച്ച് ദിവസത്തേക്ക് ആ സിനിമയ്ക്ക് അതൊരു ക്യാമ്പയിനായി മാറുകയും ചെയ്യുന്നു. നമ്മൾ കാണുന്നുണ്ട് ഒരു സിനിമയുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞ ഒരു പ്രീവിയസ് ആയിട്ട് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ കുറേ വീഡിയോസ് ഒക്കെ ചെയ്തിടുന്നുണ്ട്. അത് പ്രൊമോഷൻ ആയതുകൊണ്ട് തന്നെ അത് വൺ സൈഡഡ് ആണ്. സിനിമയുടെ നല്ല വശങ്ങൾ മാത്രമേ ആ സമയത്ത് ആക്ടേഴ്സ് വന്നിരുന്ന് പറയത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ സിനിമ വന്നതിന് ശേഷം ഒരു ഡിബേറ്റ് പോലെ ഇത്തരത്തിൽ നെഗറ്റീവായിട്ട് റിവ്യൂസ് വരുന്ന നെഗറ്റീവ് പോയിന്റ്സ് എടുത്തുകൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ അതിന് ഉത്തരം പറയുന്ന രീതിയിലായിരുന്നാലും ഒരു ഹെൽത്തി ഡിബേറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ഡിബേറ്റ് വരുമ്പോഴത്തേക്ക് എത്രത്തോളം കോണ്ടന്റ് സെക്യൂർ ആവും അല്ലെങ്കിൽ ആ ഒരു സ്പോയിലായി പോകുമോ എന്നുള്ളൊരു ആശങ്ക അതിനിടയിലും ഉണ്ട്. എന്തായാലും അങ്ങനെ കോണ്ടന്റ് സ്പോയിൽ ചെയ്യാത്ത രീതിയിൽ, കോണ്ടന്റ് സ്പോയിൽ ചെയ്തുകൊണ്ടല്ല പലരും നെഗറ്റീവ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ നെഗറ്റീവ് പറഞ്ഞതിന് സ്പെസിഫിക് ആയിട്ട് അതിനൊരു ഡയറക്ടോറിയൽ ആസ്പെക്റ്റിലൊരു ഉത്തരം കൊടുക്കുമെങ്കിൽ അല്ലെങ്കിൽ ഒരു മറുപടി ആയിട്ട് അണിയറ പ്രവർത്തകർ വരുമെന്നുണ്ടെങ്കിൽ അതെന്തായാലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്.